ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു 1/2 കിലോ വെയിറ്റ് വരുന്ന വാഞ്ചോ കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് കൂടെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയും വാനില എസൻസും മാത്രം 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ബീറ്റായി വന്നാൽ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതായാലും മതി, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദ ചേർക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചിട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു വെയിറ്റ് കുറഞ്ഞൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം താഴെയായിട്ട് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ മൈദ അരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചേർത്തിട്ട് അരിക്കാത്തത്. മൈദ എല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്റർ ഇത്തിരി തിക്കായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ 2 ബൗളിലാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ വാഞ്ചോ കേക്ക് അല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് വാനില ഫ്ലേവറും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറുമാണ്. അപ്പോൾ വാനില സ്പഞ്ച് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ബൗളിലാക്കി മാറ്റിയതിന് ശേഷം അതിൽ 1 ബൗളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. നോർമൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബേക്ക് ചെയ്യുന്നത് വാനില കേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി, അതായത് സുർക്കയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ടൈം ആയാലും മാത്രമേ നമ്മൾ ബേക്കിംഗ് സോഡ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. കുറേ മുൻപ് തന്നെ നമ്മളിത് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവില്ല, അതായത് ബേക്കിംഗ് സോഡ പ്രവർത്തിക്കില്ല. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു സോസ് പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അതിന് ചുറ്റിലും ഓയിലും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് 15 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നല്ല തണുത്ത ക്രീം 1/2 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു 1/2 കിലോ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് സാധാരണ ഒരു 3/4 കപ്പ് അളവിൽ ക്രീം ആവശ്യം വരാറുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ 1/2 കപ്പ് എടുക്കാനുള്ള കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒരല്പം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 1/2 കപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1/2 കിലോ കേക്കിന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രീം ഒരു 3/4 കപ്പ് എടുത്താലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഫിയോണ വിപ്പിംഗ് ക്രീം, ഞാൻ ഈ ക്രീം എടുക്കുമ്പോൾ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി ആവശ്യം വരാറുണ്ട്. ചിലപ്പോൾ ചില ക്രീമിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും മാറ്റം വരും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കുക. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിവശം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഒരു ബട്ടർ പേപ്പറും ഇല്ലാതെയാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുള്ളത്.
അടുത്തത് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ബാറ്ററിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിനേക്കാളും ഒരല്പം കുറവിൽ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ബാറ്റർ വാനില ബാറ്ററിനേക്കാളും ഒരല്പം കുറവാണ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 7 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും അളവിൽ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ശേഷം 5 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാനില കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ടാസ്ക്കാണ് ഇത് നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം കത്തി വെച്ചിട്ട് ഇതിന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ പോർഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു നൂല് എടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് ആ കേക്കിൻ്റെ ഉൾവശത്തേക്ക് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റിലും അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ നമുക്ക് ഒരേ ലെവലിൽ കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തതായി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. 1/2 കപ്പ് അളവിൽ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ നല്ല ചൂടുള്ള ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീമിന് പകരം പാലായാലും മതി. പക്ഷേ നമ്മൾ ക്രീം ചേർക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ അതങ്ങ് നിൽക്കും. ചോക്ലേറ്റ് ഗനാഷ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക ക്രീം യൂസ് ചെയ്യാനാണ്. മിൽക്ക് യൂസ് ചെയ്താൽ അത്ര പെർഫെക്റ്റായിട്ട് കേക്കിൻ്റെ മുകളിൽ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഗനാഷ് റെഡി ആയിട്ട് കിട്ടും പാല് യൂസ് ചെയ്താലും. അപ്പോൾ ക്രീമും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ താഴെ ഇതുപോലുള്ളൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ വേറൊരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേക്ക് ബോർഡ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീമാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലാണ്. പാലിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആവശ്യമില്ല, ഒരു 1/4 കപ്പ് പാല് മതി നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്തിട്ട് എടുത്തതാണ് ഷുഗർ സിറപ്പ്. അതുകൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ക്രീം നമ്മുടെ വൈറ്റ് ക്രീമും വാനില ഫ്ലേവറിലുള്ള ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീമും ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം റെഡിയായി. അപ്പോൾ വാൻജോ കേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് 2 ഫ്ലേവറിലുള്ള ഐസിങ് വേണം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഫ്ലേവറിൽ തന്നെ മതി എങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നമുക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിങ് ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒട്ടും തന്നെ ചൂടുണ്ടാകാൻ പാടില്ല. ചെറിയൊരു ചൂടുണ്ടായാൽ പോലും ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് പോകും. അപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മുഴുവനായിട്ട് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ സ്പ്രെഡായി വരുന്ന ആ ഒരു ടൈം നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തെടുത്തതാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വിരലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ റൺ ചെയ്ത് കൊടുത്താൽ നല്ല ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ ബോർഡറും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ മുകളിൽ ഒന്നും കൂടി ഭംഗിക്കായിട്ട് ഞാനൊരല്പം ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ചെയ്തെടുക്കാനായിട്ടും വളരെ സിമ്പിളല്ലേ. ഇപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല, ഓവൻ ഇല്ല. അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണിത്. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്